ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ഹെയർ കെയർ റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ തന്നെയാണ് എൻ്റെ മുടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. കാരണം എൻ്റെ മുടി ഉള്ളിൽ വെച്ച് വളരാനും മുടി കൊഴിച്ചിൽ മാറി ഡാൻഡ്രഫൊക്കെ മാറി മുടി നീളം വെക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ ഹെയർ. ഇപ്പോൾ റോസ്മേരി ലീവ്സ് ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ലോണം തന്നെ മുടി വളർന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം നീളവും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലും കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം മുടി നല്ലോണം ജട കളഞ്ഞു കൊടുക്കണം. നമ്മൾ എന്ത് ഹെയർ പാക്ക് ആണെങ്കിലും എന്ത് ഓയിലിങ് ചെയ്യുകയാണെങ്കിലും ഒക്കെ വരെ നമ്മളെപ്പോഴും മുടി നല്ലോണം കോംബ് ചെയ്തിട്ട് വേണം ഓയിലിങ് ചെയ്യാനോ ഹെയർ പാക്ക് ഇടാനോ എന്ത് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഒരു കോമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ നല്ലത് എപ്പോഴും കോമ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ ഈ വെടവുള്ള കോമ്പുകൾ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇതിനേക്കാൾ നല്ലത് വുഡൻ്റെ കോമ്പാണ്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തേക്കണം കേട്ടോ. അപ്പോൾ കോമ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ചെട കളയുമ്പോൾ താഴേന്ന് മുതൽ കളയാൻ നോക്കാം കേട്ടോ. ഇവിടെ നിന്നിട്ട് കളയരുത്, താഴേന്ന് കളയാൻ. നമുക്ക് എല്ലാവർക്കും തന്നെ മുടിയിൽ ഓയിലിങ് ചെയ്യണത് ഒട്ടും ഇഷ്ടമായിരിക്കത്തില്ല അല്ലേ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. മുടിയിൽ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ എൻ്റെ മുഖം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. മുടി തന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതേപോലെ നമുക്കിങ്ങനെ ഷാമ്പൂ ഒക്കെ ചെയ്ത് മുടി ഇങ്ങനെ പറന്ന് കിടക്കണ കാണാനായിരിക്കും നമുക്ക് ഇഷ്ടം. അങ്ങനെ പറത്തി ഇട്ട് ലാസ്റ്റ് എനിക്ക് മുടി കൊഴിച്ചിലായി, ഉള്ളു കുറഞ്ഞു തുടങ്ങിയ പിന്നെയാണ് ഞാനൊരു കാര്യം ആ സത്യം ഞാൻ റിയലൈസ് ചെയ്തത് ഗൈസ്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ മുടി മൊട്ടയാവാൻ അധികം നാളൊന്നും വേണ്ടാന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഹെയർ കെയർ റൂട്ടീൻ ചെയ്ത് തുടങ്ങിയത്. ഇപ്പം നല്ല മാറ്റമുണ്ട്, നല്ല രീതിയിൽ മാറ്റമുണ്ട് ഗൈസ്. മുടി ഒന്ന് വളരാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ റോസ്മേരി ഓയിൽ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. റോസ്മേരി ഓയിൽ എന്ന് ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. നല്ല മാറ്റമുണ്ട്. എൻ്റെ മുടി കൊഴിച്ചിൽ മാറി മുടി ഉള്ളു വെച്ച് വളരാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ റോസ്മേരി ഓയിൽ. ഈ റോസ്മേരി ഓയിൽ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഓയിൽ ഞാൻ ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും ഞാനിതിൽ അഡിക്റ്റഡ് ആയിപ്പോയി. ഞാൻ ആകെ ആഴ്ചയിൽ ഒരിക്കലേ ഇടാറുള്ളൂ. പക്ഷേ നല്ല ഓയിലാണ് ഗൈസ്. അത് മതി, ആഴ്ചയിൽ ഒരിക്കലും ഇട്ടാൽ മതി, അത് തന്നെ ധാരാളം. എന്നാൽ അത്രയും നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, എങ്ങനെ ഉണ്ടാക്കണേന്ന് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഈ ഓയിൽ സ്ട്രെയിൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ആവശ്യത്തിന് ഇടാറാണ് പതിവ്. അപ്പോൾ നമ്മൾ തലയിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം നല്ലോണം മസാജ് ചെയ്യും. ഒരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ നേരം ഞാൻ ഈ തലയിൽ ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് ഞാനൊരു ഹെയർ പാക്ക് ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2-3 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി മുടിക്ക് ഭയങ്കര എഫക്റ്റ് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ മാറി നല്ലോണം മുടി ഉള്ളു വെച്ച് വളരാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ നെല്ലിക്കാപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നെല്ലിക്കാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഡാൻഡ്രഫ് പോവാനും മുടി നല്ലോണം സോഫ്റ്റ് ആൻഡ് ഫ്രിസിനെസ് ഒന്നും ഇല്ലാണ്ട് കിടക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് നമ്മുടെ തൈര്. അതിന് ശേഷം ഞാനൊരു മൊത്തം എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റും എടുത്തിട്ടുണ്ട്, അതിൻ്റെ യെല്ലോ പോർഷനും എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് യെല്ലോ എടുത്തു കഴിഞ്ഞാൽ ഒരു മണം സ്മെല്ലൊക്കെ വരുമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കണ്ട. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഷാമ്പും കണ്ടീഷണറും കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണമൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഹെയർ പാക്ക് എപ്പോഴും വീട്ടിൽ ഇരിക്കുന്ന ടൈമിലേ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ വീട്ടിലുള്ളപ്പോൾ പിന്നെ സ്മെല്ല് ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. ഷാമ്പു കണ്ടീഷണർ ഇത് എന്തായാലും ഉണ്ടാവത്തില്ല. എന്നാലും നമ്മുടെ ഒരു ഇതിന് ഞാൻ എപ്പോഴും വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും ഇടാറ്. അപ്പം ഞാൻ ഇതേ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ കട്ട പിടിച്ചൊന്നും ഇരിക്കരുത്. നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഇതേപോലെ നല്ല ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക കേട്ടോ. അപ്പം നമ്മളിത് അപ്പം തന്നെ തലയിൽ ഇടരുത്. ഇത് ഒരു കുറഞ്ഞതൊരു 10-15 മിനിറ്റ് നേരം എങ്കിലും ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഈ മിക്സ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അല്ലാണ്ട് അപ്പം തന്നെ അപ്ലൈ ചെയ്യരുത്, എന്നാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഒരു 1/2 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ
അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ തലയിൽ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓയിൽ ചെയ്തിട്ടാണ് ഈ ഹെയർ പാക്ക് ഇടുന്നതെങ്കിൽ നമ്മൾ വേറെ ഓയിലൊന്നും ഇതിൽ ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ ഓയിൽ ചെയ്യാണ്ട് നിങ്ങൾ ഹെയർ പാക്ക് മാത്രം ഇടുന്നുള്ളെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഇതിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മുട്ടയൊക്കെ ഇടുന്നുണ്ടല്ലോ, എഗ്ഗ് ഇടുന്നതുകൊണ്ട് തന്നെ മുടി ഭയങ്കരമായിട്ട് കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ടാലി ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഈ എഗ്ഗൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ മാറി മുടിക്കൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ ഞാൻ ആളെ ഇട്ട് പറയാണ് ഗൈസ്, മുടിക്ക് ഭയങ്കരമായിട്ട് നല്ല എഫക്റ്റ് വരും, നല്ല ചേഞ്ച് ഉണ്ടാവും, മുടി കൊഴിച്ചിൽ മാറും, അതേപോലെ മുടി നല്ല ഉള്ളു വെച്ച് വളരും. നിങ്ങൾ റോസ്മേരി ഓയിലും യൂസ് ചെയ്തിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാട്ടോ. ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട, ഞാൻ എന്നെപ്പോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്താൽ മതിയാവും ഗൈസ്. ഞാനിത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം സ്കാൽപ്പിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളെപ്പോഴും മുടി കൊഴിച്ചിലിന് വേണ്ടിയുള്ള ഹെയർ പാക്കാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഓരോ വകച്ചിൽ എടുത്തിട്ട് ഇങ്ങനെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ മുടിയിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഹെയർ പാക്ക് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കരുത്. മാക്സിമം ഒരു അരമണിക്കൂർ അപ്പോഴേക്കും നമുക്ക് കഴുകി കളയാവുന്നതാണ്. അതിലും കൂടുതൽ ഡ്രൈ ആവാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചകിരി പോലെയാവും ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും മുട്ടയൊക്കെ ഉണ്ടല്ലോ, എഗ്ഗൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സെമി ഡ്രൈ ആവുമ്പോഴേക്കും നമുക്ക് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുമ്പോൾ ഷാമ്പൂ കണ്ടീഷണറും ഇട്ട് കഴുകി കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ് ഗൈസ്, അടിപൊളി റിസൾട്ടാണ്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഹെയർ പാക്ക് അല്ല റോസ്മേരി ഓയിൽ എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയാത്തവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് പോയി കുളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തലയൊക്കെ കഴുകി കളഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടി ആഡ് ചെയ്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഹെയർ സ്പ്രേ, അതായത് ഈ സ്പ്രേ നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടാകും. എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സ്പ്രേ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് റോസ്മേരി ടോണറാണ്. ഈ ടോണർ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഈ ടോണറും കൂടി അപ്ലൈ ചെയ്യാം. നമ്മളിത് ടോണറും കൂടി, അതായത് റോസ്മേരി വാട്ടർ അതും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് കഴുകി കളയേണ്ടുന്ന ആവശ്യമില്ല, തന്നെ മുടിയിൽ ഉണങ്ങി പൊക്കോളും. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് കേട്ടോ. ഈ റോസ്മേരി വാട്ടർ ഞാൻ ഡെയിലി തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയട്ടെ, അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന കിഡു സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.